ജനാധിപത്യ സമൂഹത്തിന് നിന്ദ്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് CPM നടത്തുന്നത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ നിരപരാധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ കുറ്റം ചെയ്യാത്തവരും കേസിൽ ഉൾപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത്. അവർ അപ്പീൽ നടപടികളുമായി മുന്നോട്ടു പോകും. പെരിയ ഇരട്ടക്കൊലപാതകം കാസർഗോഡ് നടന്ന ഒരു സംഭവം മാത്രമാണ്. അതിനെ TP വധവുമായി താരതമ്യം ചെയ്യാനാവില്ല. CPIM ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകവും കേരളത്തിൽ നടന്നിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം വിശദാംശങ്ങൾ പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കാനേ സാധിക്കുള്ളൂ. അത്തരം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. ഇതിയാകെ നോക്കിയെങ്കിലേ പറയാൻ കഴിയുള്ളൂ. കേസിൽ കുറ്റം ചെയ്യാത്തവർ ആ കേസിൽ പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തായിരുന്നാലും കോടതി വിധി ആരായാലും എന്തായാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അംഗീകരിച്ചുകൊണ്ടേ തുടർന്ന് ഇനിയും നിയമ നടപടിക്ക് സാധ്യതകളുണ്ടല്ലോ. ആ സാധ്യതകൾ അവർ സ്വാഭാവികമായിട്ട് ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പരിശോധിക്കല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ മുൻ MLA ഉൾപ്പെടെ ആളുകൾക്ക് ബാധകമായ കാര്യമില്ല. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകി. മൻമോഹന് യമുന തീരത്തെ നിഖംബോധ് ഘട്ടിൽ തീനാളങ്ങൾ ഏറ്റുവാങ്ങി. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സേനാ മേധാവികളും ചടങ്ങുകൾക്ക് സാക്ഷിയായി. കോൺഗ്രസ് അധ്യക്ഷനും മുഖ്യമന്ത്രിമാരും സോണിയയും പ്രിയങ്കയും ആദരമർപ്പിച്ചു.